US സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചപ്പോൾ ലോകം സന്തോഷിച്ചു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇറാൻ യുദ്ധം ലോകത്തിന് മുഴുവൻ പ്രതിസന്ധി നൽകിയിരിക്കുന്നു. ഇത് ഇനിയും തുടർന്നാൽ അത് ലോകത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. രണ്ടാമത്തെ കാരണം US പ്രതിനിധി സംഘത്തെ നയിച്ചത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. ട്രംപിനെ പോലെയല്ല വാൻസ്. പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള കാര്യഗൗരവത്തോടെ സംസാരിക്കുന്ന ഭരണാധികാരിയാണ്. ഇന്ത്യയുടെ മരുമകൻ എന്ന പ്രത്യേക പരിഗണന ഇന്ത്യക്കാർക്ക് വാൻസിനോടുണ്ട്. വാൻസിന്റെ ഇന്ത്യ സന്ദർശനം രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്നു. ഒരു ഇന്ത്യൻ ഭർത്താവിനെ പോലെ, പിതാവിനെ പോലെ വാൻസ് ദൃശ്യങ്ങളിൽ നിറഞ്ഞു. ഇസ്ലാമാബാദിൽ വെച്ച് നടത്തിയ ഇറാൻ US ചർച്ച പരാജയമായി. ഇറാൻ ചർച്ചകളിൽ കടുംപിടുത്തം തുടർന്നുവെന്നാണ് US കുറ്റപ്പെടുത്തുന്നത്. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉന്നതതല ചർച്ചകളിൽ കാര്യമായ വഴിത്തിരിവൊന്നും ഉണ്ടായില്ല. ഞായറാഴ്ച ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങിയ US വൈസ് പ്രസിഡന്റ് JD വാൻസ് മൗനം പാലിച്ചു. അതിനിടെ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് BBC. പതിറ്റാണ്ടുകളായി US ഇറാനും തമ്മിൽ ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ചർച്ചകളിലൊന്നും തന്നെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ തുടർച്ചയായി ചർച്ച നടത്തിയ ശേഷവും ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഭിന്നത അങ്ങനെ തന്നെ തുടരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഇരുപക്ഷവും ഒരു കരാറിലെത്തിയിട്ടില്ലെന്നാണ് ചർച്ചകളെ കുറിച്ച് ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടോൾ ചാർജുകളില്ലാതെ ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നത് നിർത്താൻ ഇറാനിൽ നിന്ന് ഉറപ്പു വാങ്ങുകയാണ്. പരിഹരിക്കപ്പെടാത്ത മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നും US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശനിയാഴ്ച നടന്ന കൂടിക്കാഴ്ച പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല. ചർച്ചകൾ കഠിനമായിരുന്നു, പക്ഷേ സൗഹൃദപരമായിരുന്നു. ഇരുപക്ഷവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൈമാറിയതായി US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചർച്ചയിൽ വാൻസ് ഇറാൻ ഒരു വാഗ്ദാനം നൽകിയതായി വിശദാംശങ്ങൾ വ്യക്തമാക്കാതെ US ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇറാൻ ചർച്ചയിൽ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ബോധ്യപ്പെട്ടാണ് വാൻസ് ഇസ്ലാമാബാദ് വിട്ടത്. പക്ഷേ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹമെന്ന് US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തുടക്കം മുതൽ തന്നെ ഇറാൻ യുദ്ധത്തിൽ പരസ്പര വിരുദ്ധമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ വാൻസിന് ഇസ്ലാമാബാദിലെ ചർച്ച ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ വൈസ് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമെന്നും ഏപ്രിൽ ആദ്യം ട്രംപ് തമാശ പറഞ്ഞിരുന്നു. വാൻസ് പരസ്യമായി യുദ്ധത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ട്രംപുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ സൈനിക പ്രചാരണത്തെക്കുറിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധത്തിൽ തീവ്ര നിലപാടുകൾ ഒരിക്കലും വാൻസ് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപ് എന്ന ഏകാധിപതിക്ക് മുന്നിൽ നിഴലായി നിൽക്കാനേ വാൻസിന് കഴിഞ്ഞുള്ളൂ. ഒരു അണിയറ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകളിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ വാൻസിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ചർച്ചകൾക്കിടയിൽ നിരന്തരം വാഷിംഗ്ടണുമായി ബന്ധപ്പെടേണ്ടി വന്നു. എന്നാൽ ഇറാൻ പ്രതിനിധികൾക്ക് അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് അവർ എത്തിയത്. US പ്രതിനിധി സംഘത്തിൽ തീവ്ര ഇസ്രയേൽ പക്ഷപാതിത്വമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ട്രംപിന്റെ കിറുക്കൻ നയങ്ങൾ ലോകത്തിന് വലിയ ബാധ്യതയായി മാറുകയാണ്. JD വാൻസിനെ പോലുള്ള നിലപാടുകളുള്ള നേതാക്കൾ ട്രംപിന്റെ കടും പിടുത്തങ്ങൾക്ക് മുൻപിൽ നിശബ്ദരാകേണ്ടി വരുന്നുണ്ടോ?